കർത്താവേ, എന്നിൽ നീ കാരുണ്യം തൂകണേ. ഒരു മരണ വീട്ടിലെ ഏറ്റവും ദുഃഖമുള്ള, ഹൃദയം പറിച്ചെടുക്കുന്ന, വേദന തോന്നുന്ന സമയം എന്ന് പറയുന്നത് ഈ പാട്ട് പാടുമ്പോഴാണ്. മരിച്ച ആള് അത്ര നാൾ ജീവിച്ച ആ മുറ്റത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകുമ്പോൾ വീട്ടുകാരുടെ കണ്ണീര് കാണാൻ പറ്റും. ഒരുപക്ഷെ ഞങ്ങൾ വൈദികർ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന ഒരു സമയമാണത്. അവിടെ ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ട് പോകണമെന്ന് തോന്നും. ആ പാട്ടോടുകൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. മരണം അനുഭവിക്കാത്ത ഒരാളും തന്നെ ഇവിടെ ഉണ്ടാവില്ല. മരണത്തിൻ്റെ വേദന അനുഭവിക്കാത്ത ഒരു മനുഷ്യരും ലോകത്തുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മരണം എല്ലാവർക്കും ഒരുപോലെയാണ്, ഒരുപോലെ സങ്കടം നൽകുന്ന ഒന്നാണ്. ഈ സങ്കടത്തിൻ്റെ നോട്ടിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. കർത്താവേ, എന്നിൽ നീ കാരുണ്യം തൂകണേ. നിൻ മഹാകാരുണ്യമോർത്തു ദയാനിധേ. എണ്ണമറ്റുള്ളതാം നിൻ കൃപാവായ്പിനാൽ എന്ന പരാധങ്ങളൊക്കെ നീക്കണേ. കർത്താവേ, എന്നിൽ നീ കാരുണ്യം തൂകണേ. നിൻ മഹാകാരുണ്യമോർത്ത് ദയാനിധി. ഈ ഭൂമിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ മറന്നു പോകുമ്പോൾ, മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ മറന്നു പോകുമ്പോൾ ശരിക്കും സ്വർഗത്തിലുള്ള അല്ലെങ്കിൽ പർഗീറ്റിലുള്ള ഹെൽത്ത് ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തുമാത്രം നമ്മുടെ പ്രിയപ്പെട്ടവരെ എന്നും ഓർക്കുന്നുണ്ടെന്ന് ആലോചിക്കുക. എന്നും ഓർക്കുന്നുണ്ട്. അത് നവംബർ മാസം മാത്രമല്ല, എവ്രി ഡേ ഓർക്കണം. കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല. ടെൽ സ്റ്റോറീസ്. നമ്മുടെ മക്കളോട് മരിച്ചുപോയ നമ്മളുടെ മാതാപിതാക്കളെക്കുറിച്ച് സംസാരിക്കണം, പറയണം. സ്റ്റോറീസ് ഇങ്ങനെ കൈമാറണം. നമ്മൾ ബൈബിളിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ അറിയാം എന്താണ് ബൈബിളിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞത്. എല്ലാവരും കൂടി ചേർന്നിട്ട് ആഘോഷങ്ങൾ ഒരുക്കുമ്പോൾ അവർക്ക് കിട്ടിയ നന്മകളെക്കുറിച്ച്, അവരുടെ പാസ്റ്റിനെ കുറിച്ച് അവരിങ്ങനെ പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യാണ്. സെലിബ്രേറ്റ് ദ പാസ്റ്റ്, സെലിബ്രേറ്റ് ദ മെമ്മറീസ്. നമുക്ക് മുന്നേ കടന്നു പോയവരെ മറന്നു കളയരുത്. കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. നീയില്ലെങ്കിൽ ഞാനെങ്ങനെ മഴയാകും, ഞാനെങ്ങനെ നിഴലാകും, ഞാനെങ്ങനെ ഞാനാകും. മഴയേ, നിലാമഴയേ, മരമേ, വേനൽ മരമേ. മഴയേ, നിലാമഴയേ, മരമേ, വേനൽ മരമേ. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും.